ആസൂത്രണ ബോർഡ് നിയമന തട്ടിപ്പിലെ മുഴുവൻ രേഖകളും നൽകണമെന്ന് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് തള്ളി PSC. എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും മാർക്കുകൾ വെളിപ്പെടുത്താനാകില്ല എന്ന ഉദ്യോഗാർത്ഥിക്ക് PSCയുടെ മറുപടി. വിവരാവകാശ കമ്മീഷൻ ഉത്തരവിൽ അപ്പീൽ പോകുമെന്നും PSC അറിയിച്ചു. അതേസമയം ക്രമക്കേട് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം PSC ആസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി അൻഫിൽ ഡിസൂസ ചേരുകയാണ്. അൻഫിൽ, ഈ ഒരു നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് സംഘം ഇപ്പോൾ PSC സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അതേസമയം ഈ മുഴുവൻ രേഖകളും നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള PSC വിവരാവകാശ കമ്മീഷന്റെ ആ ഒരു ഉത്തരവ് ഇപ്പോൾ PSC തള്ളിയിരിക്കുകയാണ് അല്ലെ? തീർച്ചയായും ശരിയാ. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമാകുന്ന നടപടികളാണ് ഇപ്പോൾ PSCയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവാണ് ഇപ്പോൾ PSC നടപ്പാക്കാനാവില്ല എന്ന് ഉദ്യോഗാർത്ഥികൾ അറിയിച്ചിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ആഴ്ചയാണ് വിവരാവകാശ കമ്മീഷൻ ഈ ആസൂത്രണ ബോർഡ് നിയമനവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികൾ, അതായത് പരീക്ഷ എഴുതി നിയമനത്തിനായി കാത്തു നിൽക്കുകയും ഈ പരീക്ഷാ ക്രമക്കേടിനെതിരെ ട്രിബ്യൂണലിനെ സമീപിക്കുകയൊക്കെ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് പരാതിയുണ്ട്. അപ്പോൾ അവർക്ക് ഇതിന്റെ മുഴുവൻ ഉത്തരക്കടലാസും ചോദ്യപേപ്പർ സൂചികയും ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും നൽകണമെന്ന് PSCക്ക് നേരത്തെ അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ PSC അത് നൽകാനാകില്ല എന്ന് അറിയിച്ചിട്ട് ഇതേ തുടർന്നാണ് ട്രിബ്യൂണലിനെ സമീപിക്കുകയൊക്കെ ചെയ്തത്. അതിനുശേഷം വിവരാവകാശ കമ്മീഷനെ ഉദ്യോഗാർത്ഥിയെ സമീപിച്ചതിനെ തുടർന്നാണ് വിവരാവകാശ കമ്മീഷൻ അന്ന് ഒരു ഉത്തരവിറക്കി. ഒരാഴ്ചക്കുള്ളിൽ, അതായത് 7 ദിവസമാണ് നൽകിയത്, 7 ദിവസത്തിനുള്ളിൽ തന്നെ ആവശ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആ മുഴുവൻ രേഖകളും നൽകണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച വിവരാവകാശ കമ്മീഷൻ സുപ്രധാനമായ ഉത്തരവ് പുറപ്പെടുവിച്ചത്. എന്നാൽ ആ ഉത്തരവിന്മേൽ അപേക്ഷ നൽകിയ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്ന മറുപടിയാണ് അങ്ങനെ പരീക്ഷയുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് നൽകാനാകില്ല എന്നാണ് ഈ PSC ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, വിവരാവകാശ കമ്മീഷൻ ഇങ്ങനെ ഒരു ഉത്തരവിട്ടുമ്പോൾ അതിനെതിരെ മേൽക്കോടതിയിൽ അപ്പീൽ പോകാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലും കൂടിയാണ് PSC. അപ്പോൾ ഈ രേഖകളുമായി ആസൂത്രണ ബോർഡ് നിയമനം ബന്ധപ്പെട്ട ക്രമക്കേടാണ് ആദ്യം പുറത്തു വന്നത്. അത് വലിയ രീതിയിൽ വിവാദമാണ്. അതിന്റെ പിന്നാലെയാണ് PSCയുടെ മറ്റു പരീക്ഷകൾ, KSA പോലുള്ള പരീക്ഷകൾക്ക് പോലും ക്രമക്കേടുണ്ട് എന്ന ആരോപണവും ആക്ഷേപമൊക്കെ നിലനിൽക്കുകയാണ്. അപ്പോൾ സർക്കാർ ആഭ്യന്തര വകുപ്പ് ഇതിനോടകം തന്നെ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണമൊക്കെ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ആ ക്രൈംബ്രാഞ്ച് അന്വേഷണമൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. ആ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ മുഴുവൻ ക്രമക്കേടുള്ള പരീക്ഷകളും അതിന്റെ അന്വേഷണ പരിധിയിലാണ്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് PSC ആസ്ഥാനത്ത് ക്രൈംബ്രാഞ്ച് സംഘം എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും എത്തി. അതിന് മുൻപും ആദ്യ ദിവസവും അജിത ബീഗം നേരിട്ടെത്തിയാണ് കാര്യങ്ങളൊക്കെ PSCയെ ധരിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷം രേഖകൾ വേണമെന്ന് PSCയുടെ രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ PSCക്ക് രേഖകളൊക്കെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് നൽകാമെന്ന് PSC തന്നെ ബോർഡ് യോഗം ചേർന്ന് തീരുമാനമൊക്കെ എടുത്തിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ഇവർ കത്ത് നൽകിയിരുന്നു അന്വേഷണ സംഘം. എന്നാൽ ഈ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അന്വേഷണത്തോട് സഹകരിക്കാൻ PSC തീരുമാനിച്ച പശ്ചാത്തലത്തിൽ അവർ ഏതൊക്കെ സമയത്താണ് രേഖകളും മറ്റ് ആവശ്യങ്ങളുമായി മുന്നോട്ട് വരിക, അപ്പോൾ അവരുമായി സഹകരിക്കാനായി കഴിഞ്ഞ ദിവസം ഒരു കമ്മിറ്റിയെ രൂപീകരിക്കുകയുണ്ടായി. PSCനെ ഒരു ആഭ്യന്തര കമ്മിറ്റി, അത് ജോയിന്റ് സെക്രട്ടറിയൊക്കെ ചേർത്തുകൊണ്ടാണ് ആഭ്യന്തര കമ്മിറ്റി. ഈ ആഭ്യന്തര കമ്മിറ്റിയിലുള്ളവരാണ് ഇനി ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘവുമായി ആശയവിനിമയം ഉൾപ്പെടെ നടത്തുകയും രേഖകളൊക്കെ കൈമാറുകയും ചെയ്യുന്നത്. അപ്പോൾ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെടുന്ന രേഖകളൊക്കെ എത്തിക്കാനും അതെടുക്കാനുമായി അതിന്റെ പരിശോധനകൾക്കൊക്കെയായി വീണ്ടും ക്രൈംബ്രാഞ്ച് സംഘം PSC ആസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. അത് ഒരു ഭാഗത്ത് സമാന്തരമായി സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നു. അതോടൊപ്പം തന്നെ PSC തന്നെ ആഭ്യന്തര വിജിലൻസിന്റെ അന്വേഷണവും നടക്കുന്നുണ്ട്. ഇതിന് പുറമെയാണ് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം കഴിഞ്ഞ ആഴ്ച നൽകിയ ഉത്തരവാണ് ഈ 7 ദിവസത്തിനുള്ളിൽ അപേക്ഷ നൽകിയിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മുഴുവൻ രേഖകളും കൈമാറണമെന്ന്. എന്നാൽ ആ ഉത്തരവ് PSCക്ക് നടത്താനാവുകയില്ല എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിനെതിരെ മേൽക്കോടതിയെ സമീപിക്കാനിരിക്കുന്നതാണ് PSC.